to Insignia English. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേര് should എന്നാണ് ട്ടോ. should എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോഡൽ ഓക്സിലറിയുടെ ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ എപ്പിസോഡ് 21 തൊട്ട് പഠിച്ചു വന്നിരുന്നത് ഈ മോഡൽ ഓക്സിലറി ആയിരുന്നു. അതിൽ will, would, can, could, shall അതുവരെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് should ആണ് ട്ടോ. അപ്പോൾ നമ്മൾ ഈ ഷുഡിന് മുമ്പുള്ള അതായത് വില്ല് തൊട്ട് ഷാൽ വരെയുള്ള ആ ലിസ്റ്റിലെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് റിക്വസ്റ്റ് ചെയ്യാനും പെർമിഷൻ ചോദിക്കാനും വേണ്ടിയിട്ടായിരുന്നു. ഈ ഷുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടമയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മോഡൽ ഓക്സിലറി ആണ്. കടമയെ സൂചിപ്പിക്കാൻ, അതായത് അത് നമ്മുടെ ഡ്യൂട്ടി ഒബ്ലിഗേഷനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷുഡ് യൂസ് ചെയ്യുന്നത്. ഈ ഷുഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കടമാണെന്നൊന്നുമല്ല കേട്ടോ, പക്ഷെ അത് സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ ഒരു കടമയെ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ആ സെൻറ്റൻസിൽ അങ്ങനെ ഒരു മീനിങ് വരും. ഷുഡ് ഞാനൊരു എക്സാമ്പിളിനെ ബേസ് ചെയ്ത് പറഞ്ഞുതരാം. അതായത് ഒരു സ്ഥാപനത്തിലെ മാനേജർ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അവരുടെ വർക്കുകൾ ഇന്നതൊക്കെയാണെന്ന് പറയാണ്. അവർക്ക് ആ വർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഈ മെയിൽ ഇന്ന് അയക്കണം കേട്ടോ, ഈ വർക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ ആ മാനേജർക്ക് ഇത് നിർബന്ധമായിട്ടും താങ്കൾ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന് തന്നെ മെയിൽ അയക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോഴ്സ് ചെയ്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എംപ്ലോയീസിൻ്റെ അടുത്ത് ജസ്റ്റ് ഇൻഫോം ചെയ്താൽ മതി, ഇത് ചെയ്യണം, ആ വർക്ക് ചെയ്യണം, ഇത് കംപ്ലീറ്റ് ചെയ്യണം, അത് അയക്കണം എന്നൊക്കെ ജസ്റ്റ് പറഞ്ഞാൽ മതിയാവും. കാരണം അവർക്ക് അറിയാം, അതായത് കേൾക്കുന്ന എംപ്ലോയീസിന് അറിയാം ഇത് അവരുടെ ഡ്യൂട്ടിയാണ്, അവർ ചെയ്തേ പറ്റൂ എന്നറിയാം. അതുകൊണ്ട് തന്നെ മാനേജർക്ക് ജസ്റ്റ് യു ഷുഡ് ഡു ദിസ് വർക്ക്, താങ്കൾ ഈ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്താൽ മതി. കാരണം ഷുഡ് എന്നുള്ളത് ഒരു ഡ്യൂട്ടീനെ അല്ലെങ്കിൽ കടമയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓക്സിലറി ആണ്. ഈ ഷുഡ് ഉപയോഗിക്കുന്ന സിറ്റുവേഷനിൽ തന്നെ ചില ആളുകൾ മസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. ഷുഡിന് പകരം മസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. മസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിർബന്ധം നമ്മളതിൽ പറയുന്നുണ്ട്. അതായത് തീർച്ചയായിട്ടും താങ്കൾ ചെയ്യണം അല്ലെങ്കിൽ നിർബന്ധമായിട്ടും താങ്കൾ ചെയ്യണം എന്നുള്ള ഒരു ഫോഴ്സ് അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് മസ്റ്റിനേക്കാളും എപ്പോഴും നന്നായിരിക്കുക ഷുഡ് ആയിരിക്കും കേട്ടോ. നിർബന്ധിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇൻഫോം ചെയ്താൽ മതിയാവും താങ്കൾ ഈ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ താങ്കൾ തന്നെയാണ് ചെയ്യേണ്ടത്, താങ്കളുടെ ഡ്യൂട്ടിയാണ് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് ഷുഡ് വെച്ചിട്ട് കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം കേട്ടോ. അതായത് ഇപ്പോൾ ഓഫീസ് സിറ്റുവേഷനിലാണെങ്കിൽ താങ്കൾ ഈ മെയിൽ അയക്കണം, യു ഷുഡ് സെൻഡ് ദിസ് മെയിൽ, താങ്കൾ ഈ മെയിൽ അയക്കണം, താങ്കളുടെ തന്നെ ഡ്യൂട്ടിയാണ് എന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. താങ്കൾ ഈ വർക്ക് ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണം, യു ഷുഡ് കംപ്ലീറ്റ് ദിസ് വർക്ക് ടുഡേ ഇറ്റ് സെൽഫ്. ഇറ്റ് സെൽഫ് എന്ന് വെച്ചാൽ ഇന്ന് തന്നെ എന്നുള്ള അർത്ഥം കിട്ടാനാണ് കേട്ടോ. ഈ ടുഡേ, ടുമാറോ, യെസ്റ്റർഡേയുടെ കൂടെ ഒന്നും ചേർക്കണ്ട, ഇന്നോ ഓണോ അറ്റൊന്നും വെക്കണ്ട കേട്ടോ, ജസ്റ്റ് വെച്ചാൽ മതിയാവും. യു ഷുഡ് ഗോ ദർ, താങ്കൾ അവിടെ പോകണം, താങ്കളുടെ കടമയാണ്, താങ്കൾ അവിടെ പോകേണ്ടതാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. യു ഷുഡ് റീഡ് ദാറ്റ് ഡോക്യുമെൻറ്റ്സ്, താങ്കൾ ആ ഡോക്യുമെൻറ്റ്സ് വായിക്കണം. യു ഷുഡ് ഇൻഫോം ദം, താങ്കൾ അവരെ ഇൻഫോം ചെയ്യണം, അത് താങ്കളുടെ കടമയാണ്. യു ഷുഡ് കോണ്ടാക്ട് ഹെർ, താങ്കൾ അവളെ കോണ്ടാക്ട് ചെയ്യണം, കോണ്ടാക്ട് ചെയ്യണം, നമുക്കറിയാം. യു ഷുഡ് സ്റ്റഡി ദിസ്, താങ്കൾ ഇത് പഠിക്കണം. യു ഷുഡ് ഫോർവേഡ് ദ മെയിൽ, താങ്കൾ ആ മെയിൽ അയക്കണം, ഫോർവേഡ് ചെയ്യണം, സോറി. യു ഷുഡ് റിപ്ലൈ ദാറ്റ് മെയിൽ, താങ്കൾ ആ മെയിൽ റിപ്ലൈ ചെയ്യണം. യു ഷുഡ് വെരിഫൈ എവറിത്തിങ്, താങ്കൾ എല്ലാം വെരിഫൈ ചെയ്യണം. യു ഷുഡ് ഹെൽപ്പ് ഹെർ, താങ്കൾ അവളെ സഹായിക്കണം, താങ്കളുടെ ഡ്യൂട്ടിയാണ്, താങ്കൾ സഹായിച്ചേ പറ്റൂ. യു ഷുഡ് ലുക്ക് ആഫ്റ്റർ യുവർ ചിൽഡ്രൻ, താങ്കൾ താങ്കളുടെ കുട്ടികളെ നോക്കണം, അത് താങ്കളുടെ തന്നെ കടമയാണ്. ഇങ്ങനെ കടമയെ സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഷുഡ് ഉപയോഗിക്കാം. ഷുഡിന് വേറെ ഉപയോഗങ്ങളുണ്ട് കേട്ടോ, എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഒരെണ്ണമാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂസാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ സെൻറ്റൻസുകളാണ്, അതായത് ആൻസേഴ്സ് പോലെയുള്ളതാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത്. ഷുഡ് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസും ക്രിയേറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അതായത് ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ച ജസ്റ്റ് ആൻസേഴ്സ് പോലെയുള്ള സെൻറ്റൻസുകളായിരുന്നു, നമുക്ക് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഏത് സിറ്റുവേഷനിലാണ് ഷുഡ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ചില സിറ്റുവേഷനിൽ നമുക്ക് അറിയില്ല ഇത് നമ്മുടെ ഡ്യൂട്ടിയാണോ അല്ലെങ്കിൽ നമുക്കറിയില്ല. അപ്പോൾ അത് അറിയുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നമുക്ക് ചോദിക്കേണ്ടി വരും, ഇത് ഞാൻ തന്നെയാണോ ചെയ്യേണ്ടത് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ്, ഷുഡ് ഐ ഡു ദിസ്, ഞാനിത് ചെയ്യണോ? അപ്പോൾ ആൻസർ യെസ് യു ഷുഡ് ഡു ദിസ്, അതെ നീ തന്നെ ഇത് ചെയ്യണം. ഷുഡ് ഐ ഗോ ദർ, ഞാൻ അവിടെ പോകണോ? ആൻസർ യെസ് ആണെങ്കിൽ യെസ് യു ഷുഡ് ഗോ ദർ, നീ അവിടെ പോകണം. ഷുഡ് ഐ റീഡ് ദിസ് ഡോക്യുമെൻറ്റ്സ്, ഞാൻ ഈ ഡോക്യുമെൻറ്റ്സ് വായിക്കണോ? യെസ് യു ഷുഡ് റീഡ് ദിസ് ഡോക്യുമെൻറ്റ്സ്.
ഈ മോഡൽ ഓക്സിലറിയുടെ ഒക്കെ കൂടെ വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ കൂടെയും വെർബിൻ്റെ ഫസ്റ്റ് ഫോം തന്നെയാണ് കേട്ടോ ഷുഡിൻ്റെ കൂടെയും. ഷുഡ് ഐ ഹെൽപ്പ് ഹിം? ഞാൻ അവനെ സഹായിക്കണോ? യെസ് യു ഷുഡ് ഹെൽപ്പ് ഹിം. അതെ, നീ അവനെ സഹായിക്കണം. ഷുഡ് ഐ ഇൻഫോം ദം? ഞാൻ അവരെ ഇൻഫോം ചെയ്യണോ? ഇനിയിപ്പോൾ വേണ്ടാന്നാണെങ്കിലോ? നോ യു ഷുഡ് നോട്ട്. ഷുഡ് നോട്ടിന് നമുക്ക് കോൺട്രാക്ഷൻ യൂസ് ചെയ്യാം, ചെറുതാക്കി ഉപയോഗിക്കാം. നോ യു ഷുഡിൻറ്റ് ഇൻഫോം ദം. നീ അവരെ ഇൻഫോം ചെയ്യണ്ട. ഷുഡ് ഐ സെൻഡ് ദാറ്റ് മെയിൽ? ഞാൻ ആ മെയിൽ അയക്കണോ? നോ യു ഷുഡിൻറ്റ് സെൻഡ് ദാറ്റ് മെയിൽ. നീ ആ മെയിൽ അയക്കേണ്ട, അല്ലെങ്കിൽ താങ്കൾ ആ മെയിൽ അയക്കേണ്ട. ഷുഡ് ഐ സ്റ്റഡി എവറിത്തിങ്? ഞാൻ എല്ലാം പഠിക്കണോ? നോ യു ഷുഡിൻറ്റ് സ്റ്റഡി എവറിത്തിങ്. നീ എല്ലാം പഠിക്കണ്ട. ഷുഡ് ഐ പേ ദിസ് ബിൽ? ഞാൻ ഈ ബില്ല് അടയ്ക്കണോ? നോ യു ഷുഡിൻറ്റ് പേ ദിസ് ബിൽ. നീ ബില്ല് അടയ്ക്കണ്ട. ഇതാണ് ഷുഡിൻ്റെ ഒരു യൂസ് കേട്ടോ. കൂടുതൽ യൂസസ് നമ്മൾ പിന്നീടുള്ള വീഡിയോസിൽ പഠിക്കും. ഇതിൻ്റെ കണ്ടിന്യൂഷൻ അല്ല, ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഞാൻ എടുക്കാൻ പോകുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് അത്യാവശ്യമുള്ളൊരു ഫോമാണ് പ്രസൻറ്റ് പെർഫെക്റ്റ്. അത് അടുത്ത വീഡിയോയിലായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം.